കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, നമ്മൾ ഇപ്പോൾ ഇതാ ഈ പ്രതിപക്ഷമടക്കം BJPയും ഒപ്പം നേരത്തെ നമ്മളോട് പ്രതികരിച്ച രാഷ്ട്രീയ നിരീക്ഷകനടക്കം പറയുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചതെന്നാണ്. അങ്ങനെ തന്നെയാണോ പുറത്തു വരുന്ന ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ? ഡാൻ, അനിവാര്യമായ ഒരു നടപടിയാണ് പാർട്ടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും ഈ നടപടി അനിവാര്യം തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടം കൊണ്ട് കാര്യങ്ങളെല്ലാം അവസാനിക്കുമോ എന്നതാണ് ഇനി കോൺഗ്രസ് നേതൃത്വവും നോക്കിക്കാണുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതുവികാരം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. കാരണം ആരോപണങ്ങൾ ഈ കേൾക്കേണ്ടി വന്ന ഒരുപാട് നേതാക്കൾ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പലരും ഇപ്പോൾ നിയമസഭയിലുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ പരമാവധി രണ്ടുപേരുടെയോ ഒക്കെ പേരിലാണ് ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് പേഴ്സൺസ് ഒരുപോലെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി രാഹുലിനെതിരെ ഒരു പൊതുവികാരം രൂപപ്പെട്ടു എന്ന് വേണം പറയാൻ. അവിടെയാണ് നിയമപരമായി ഒരു പരാതികളും ഒരു പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമായത് പുറത്തുവരുന്ന പരാതികളുടെ വിവരങ്ങളുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. അത് ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഒതുങ്ങുമോ അതോ അതിനപ്പുറത്തേക്ക് ഇനിയും കടുത്ത നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകുമോ എന്നത് മാത്രമാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. ആ വിഷയങ്ങളിലടക്കം കൃത്യമായി പാർട്ടി നേതൃത്വം ഗൗരവത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടിലാക്കിക്കൊണ്ട് രാഹുലിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഈ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കം ഒരുപോലെ അമർഷത്തിലാണ്. KC വേണുഗോപാലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഒരു പൊതുവികാരം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന അല്പസമയത്തിനകം K മുരളീധരൻ മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന്റെ വസതിയിൽ നടപടി ഉറപ്പുവരുത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം K മുരളീധരൻ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച VK സനോജ് നമുക്കൊപ്പം ചേർന്നു. ഡാൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ അംഗത്വത്തിന്റെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ അവരുടെ സംഘടനാപരമായിട്ട കാര്യമാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം MLA ആയിട്ട് ഇത്രയും ആഭാസത്തരം ചെയ്തിട്ടുള്ള, ഇത്രയും പെൺകുട്ടികളോട് അങ്ങേയറ്റം മോശമായ നിലയിൽ പെരുമാറിയിട്ടുള്ള, ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരാൾ MLA ആയി തുടരുന്നു എന്നുള്ളതാണ്. അവിടെ തങ്ങൾക്ക് ഇങ്ങനൊരു MLA ആവശ്യമില്ല എന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ച അമ്മമാരും സഹോദരിമാരുമെല്ലാം ആ മണ്ഡലത്തിൽ ഇയാളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉമാ തോമസിനെ പോലെയുള്ള MLA മാർ, വനിതാ MLA മാർ പറഞ്ഞു കഴിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പാമെന്ന് കരുതേണ്ടതില്ല. ഇങ്ങനൊരു MLA പാലക്കാട് ജനങ്ങൾക്ക് ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യോ ഇല്ല എന്നൊന്നും നമ്മുടെ വിഷയമല്ല. അതെല്ലാം അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ MLA ആയി തുടരാനുള്ള അർഹത അയാൾക്കില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ VK സനോജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർട്ടി. മുഖം രക്ഷിക്കാനുള്ള നടപടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. നമുക്കറിയാം ഇന്നലെ വരെ സംഘടനയ്ക്ക് യൂത്ത് കോൺഗ്രസിന് അഭികാമ്യനല്ലാത്ത ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നിപ്പോൾ ഇതാ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാലക്കാടിന്റെ ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഒപ്പം ഡാൻ, നമ്മൾ നേരത്തെ ചോദിച്ച ആ 3 ചോദ്യം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിലൊന്ന് അതിങ്ങനെയാണ്: യുവനടിയുടെ ആരോപണങ്ങളിൽ രാഹുലിന് മറുപടി ഉണ്ടോ? 2, യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം തന്റേതല്ല എന്ന് പറയാൻ ആർജവമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്? 3, ഹണി ഭാസ്കരൻ, അവന്തിക തുടങ്ങിയ ആളുകൾ ഉന്നയിച്ചത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പരാതിയാണ്. അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് നൽകാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല എന്നുള്ള 3ാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് ഭയക്കുന്നത് ഡാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം?
അതിനൊക്കെ അപ്പുറത്ത് പാർട്ടി മറുപടി പറയേണ്ടി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ നിർബന്ധിതനാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 തവണയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം രാഹുൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. ആ 2 തവണയും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരായി വരുന്ന ആക്ഷേപങ്ങളിൽ ആരും പരാതിയുമായി ഒരു നിയമ സംവിധാനങ്ങളെയും സമീപിച്ചിട്ടില്ല. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു പരാതിയും രേഖാമൂലം പാർട്ടി നേതൃത്വത്തിനോ പോലീസിനോ നിയമ സംവിധാനങ്ങൾക്കോ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? ഈ 2 ചോദ്യങ്ങൾക്ക് രാഹുലും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയേണ്ടി വരും. മാത്രവുമല്ല, ആരോപണങ്ങൾ നേരിട്ട ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ ഇതിനു മുമ്പുണ്ട്. അവർക്കെതിരെ ഒന്നും സ്വീകരിക്കാത്ത ഒരു നടപടി പിന്നെ എന്തുകൊണ്ട് രാഹുലിനെതിരെ മാത്രം? ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി നൽകാൻ നിർബന്ധിതരാകും. ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് നിലവിലെ ഈ കടുത്ത തീരുമാനം പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവരികയോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷമത്തിലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുന്നത് തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതികരണങ്ങളെ നോക്കിക്കാണാൻ, ഇപ്പോഴുള്ള പാർട്ടിയുടെ നടപടിയെ നോക്കിക്കാണാൻ. എന്തായാലും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഒരുപക്ഷെ പാർട്ടിയുടെ കൃത്യമായൊരു നിലപാടായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാനും കഴിയും. ആദ്യഘട്ടത്തിൽ ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിച്ചിരുന്ന മുതിർന്ന നേതാക്കൾ പോലും പിന്നീട് ഈ സംഭവങ്ങളുടെ ഗൌരവം നേരിട്ട് മനസ്സിലാക്കിയതോടെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നതിന് അപ്പുറത്തേക്കാണ് ഈ വിഷയത്തിന്റെ വ്യാപ്തി. ജിൻഡോ ജോർജ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ ജിൻഡോ ജോർജ്, മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ്, ക്ഷമിക്കണം, ശ്രീ ജിൻഡോ ജോൺ ആണ് നമുക്കൊപ്പം ചേർന്നത്. ജിൻഡോ ജോൺ, മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്നാണ് BJP അടക്കം ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തതിനെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപർണ, ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് അല്ലെങ്കിൽ CPM-നൊന്നും ഇത് പറയാൻ അർഹതയില്ല, ഒന്നാമത്തെ കാര്യം. 2, കോൺഗ്രസിന് മുഖം രക്ഷിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ മുഖത്തിന് ഒരു മോശവും സംഭവിച്ചിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ഉറച്ചു നിന്നിട്ടുള്ള നിലപാടാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചു, സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നുള്ള ഘട്ടത്തിൽ ഇപ്പൊ പാർട്ടി പരിശോധിച്ചിട്ട് പാർട്ടിക്ക് ബാക്കി നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. VD സതീശൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നടപടികൾ ആദ്യഘട്ടം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ആയാലും എല്ലാ നേതാക്കന്മാരും കൃത്യമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യഘട്ടം മുതൽ പറയുന്നത് പോലെ ഞങ്ങൾ കോൺഗ്രസിനോട് തന്നെയാണ് ഈ കാര്യത്തിൽ മത്സരിക്കുന്നത്. CPM-ഉമായിട്ട് ഞങ്ങളെ താരതമ്യം ചെയ്യുന്നേ ഇല്ല.